ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു നാടൻ പലഹാരമാണ്. നമ്മുടെ നാടൻ കോഴിക്കട്ടയാണ് ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഓരോരുത്തർക്ക് എത്ര മധുരമാണ് ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ള് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ശർക്കരയൊന്നും ഉരുക്കിയൊന്നും ചേർക്കുന്നില്ല. അത് നമ്മൾ ആവിക്ക് വെക്കുമ്പോൾ നന്നായിട്ട് ഉരുക്കി വന്നോളും. ഇപ്പോൾ നമ്മൾ വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കുന്ന രീതി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, എങ്കിലേ നമ്മൾ അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പാകത്തിനാകത്തുള്ളൂ. ഇനി നമുക്ക് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വളരെ നൈസായിട്ടുള്ള പൊടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ നന്നായിട്ട് വെട്ടിത്തിളച്ച വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വെട്ടിത്തിളച്ച വെള്ളം ചേർത്ത് തന്നെ നന്നായിട്ട് അത് കുഴച്ചെടുക്കണം. അരിപ്പൊടി നന്നായിട്ട് വെന്ത് കിട്ടണം, എങ്കിലേ കോഴിക്കട്ട അത് പുഴുങ്ങിയെടുത്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ടിരിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കുകയാണെങ്കിൽ കയ്യിൽ ഇത് പറ്റാതിരിക്കും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പാകത്തിന് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഒരു വിരൽ വെച്ച് അതിൻ്റെ നടുക്കൊരു കുഴി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒരു പോക്കറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് എത്ര കട്ടി കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും കട്ടി കുറച്ച് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. നല്ല സ്മൂത്തായിട്ട് ഇപ്പോൾ ഇരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഒരു പോക്കറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും ശർക്കരയും നമ്മളിതിലേക്ക് ഒരു സ്പൂണ് വെച്ച് നിറച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിത് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ വശം നന്നായിട്ട് അത് ക്ലോസ് ആയിട്ട് കിട്ടണം, ഇല്ലെങ്കിൽ ആവിക്ക് വെക്കുമ്പോൾ അതിനകത്ത് വഴി അത് ശർക്കര ലീക്കായിട്ട് വരും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കയ്യിലിട്ട് ഉരുട്ടി നന്നായിട്ട് നല്ലൊരു ഫിനിഷിങ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇതുപോലെ തന്നെ പോക്കറ്റാക്കി എടുത്ത് അതിലേക്ക് നമ്മൾ ശർക്കര നിറച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അത് ആദ്യമേ നമ്മൾ ചെയ്ത പോലെ തന്നെ ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തു. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഇവിടെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അപ്പച്ചമ്പിനകത്ത് കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്കൊരു തട്ട് വെച്ച് ഇതെല്ലാം അതിലേക്ക് നിറച്ച് കൊടുക്കാം. ഇനി നമുക്കത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നേരം ആവി കയറ്റി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് നേരം കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നാടൻ കോഴിക്കട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.